അകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നിങ്ങൾ ആരാ മത്തായി? ഞാനാ. നിങ്ങൾക്ക് ആൺകുട്ടിയാണ് കേട്ടോ. സോറി കേട്ടോ, ഒരു മിസ്റ്റേക്ക് പറ്റിയതാ. നിങ്ങൾക്ക് പെൺകുട്ടിയാ. ദൈവത്തിന് വീണ്ടും സ്തുതി. ഇത് ഇവളുടെ കഥയാണ്. ഇവൾ നീന്തി തുടിച്ച കണ്ണീർ ചാലുകളുടെ കഥ. ഇവൾ കത്തിച്ചു തീർത്ത നൊമ്പര തിരികളുടെ കഥ. പിഞ്ചു കുഞ്ഞാണല്ലേ? അയ്യോ അല്ല, ഇത് കുഞ്ഞുനാളിലെ ഫോട്ടോവാ. അത് വെച്ചങ്ങ് കണക്കൂട്ടിയാ മതി. ഇപ്പൊ കണ്ടാ എങ്ങനെ ഇരിക്കും? ഒരു തളയെ മേക്കപ്പ് ഇടിച്ചുകൊണ്ട് വന്ന് പറ്റിക്കാൻ നോക്കുന്നോ? നിന്റെ മറ്റുള്ള കള്ളമാർക്ക് പോലും അശ്വറോയുടെ പവറാ. പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്നും എന്റെ തെറ്റി. ദാസ, ഏതാ ഈ അലവലാതി? ലുക്ക് മാൻ, ഐ ആം നോട്ട് എൻ അലവലാതി. ആരാണ് ചോദിച്ചത്? ഏത് കണ്ടില്ലേ? വാഴയാമത്തായിട്ടാ. വാഴയാണെങ്കിൽ എന്താ? വാ തുറന്ന് പറഞ്ഞൂടെ? എലിമിനേഷൻ റൗണ്ടിൽ പുറത്തായതിന്റെ ഷോക്കാ കുട്ടിക്ക്. ഇത്ര ചെറുപ്പത്തിലെ ഇമാതിരി ടെൻഷൻ കൊടുത്ത ആർക്കായാലും ഭ്രാന്താവില്ലേ? പല സൈസ് വട്ടും കണ്ടിട്ടുണ്ട്. ഇതുപോലെ കുഴപ്പം പിടിച്ചൊരു വട്ട് ഞാൻ ആദ്യമായിട്ട് കാണുവാ. അത് പിന്നെ ചിൻസ സൂക്ഷിച്ചു നോക്ക്. ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളെ കേട്ടു. ഞാനൊരു വൈറസാ. ഇതുവഴി പോയപ്പോ ചുമ്മാ കേറിയതാ. വട്ടാണല്ലേ? പെട്ടെന്നുള്ള ഷോക്ക് കൊണ്ടാ, മറിച്ചൊരു ഷോക്ക് കൊടുത്താൽ മതി. ഞാൻ മോളെ വിളിക്കാം. സുഹാസിനി. സുഹാസിനി സിനിമാ നടിയുടെ പേരാ. സുഹാസിനി വിമൽ കുമാർ. വെജിറ്റേറിയനെ മാത്രമേ കല്യാണം കഴിക്കൂന്ന് വാശി പിടിച്ചിരുന്ന എന്നെ വെജിറ്റേറിയൻ ആണെന്നും പറഞ്ഞ് കല്യാണം കഴിച്ച കള്ളനാണ് ഈ ചേട്ടൻ. നുണ പറയാൻ മിടുക്കനല്ലേ? ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. ഒരു പെണ്ണുണ്ട്, 5 അടി പൊക്കം, മെലിഞ്ഞ ശരീരം, നല്ല വെളുത്ത നിറം, നീണ്ട മൂക്ക്, മനോഹരമായ കണ്ണുകൾ, ഇത്രയും മുടിയുണ്ട്. അസലായിട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും. അങ്ങനെ എടുത്തി മതിയോ? മതി, അത് മതി. അമ്മായിയമ്മയുടെ റോൾ കൊടുക്കാം. അമ്മായിമയായിട്ട് അഭിനയിക്കുന്നതിന്റെ അമ്മായിമനെ പോയിട്ട് വിളിച്ചിട്ട് വാടാ. എന്നെ നായിയാക്കാന്ന് പറഞ്ഞിട്ടാ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. നായിയാക്കാൻ പറ്റിയ ഒരു സാധനം കടന്നു പോന്നാണേ. കോളേജിൽ പഠിക്കുന്ന കുട്ടിയാ. ഈ നാട്ടിൽ അല്പമെങ്കിലും വിവരവും വിദ്യാഭ്യാസം ഉള്ളത് അവൾക്കാ. അവള് വിചാരിച്ച നിന്നെ സഹായിക്കാൻ പറ്റും. ഇതാണോ ഡൽഹിയിൽ പഠിക്കാൻ പോയ പെൺകുച്ച്? ചെറുപ്പത്തിലേ പോയതായിരിക്കും, ഇപ്പോഴായിരിക്കും പഠിച്ചു കഴിഞ്ഞത്.